ഹോലാകാല ഇവന്റ് നമ്മൾ ആ വർക്കിലേക്ക് പിച്ച് ആകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ സുഹൃത്ത് മിന്നാജായിരുന്നു. മിന്നാജ് ത്രൂ ആണ് ഞങ്ങൾ ഹോലാകാല എന്ന് പറഞ്ഞ ഇവന്റിലേക്ക് പിച്ച് ആകുന്നത്. മിന്നാജ് ഒരു ദിവസം വിളിച്ചു, നമ്മളിങ്ങനെ ഒരു ഈവനിങ് പബ്ലിക് ഡിസ്കഷനിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്, കോൺസെപ്റ്റ് അവൻ അവിടെ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ ഹോലാകാല ഇവൻ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 3 ദിവസത്തെ പ്രോഗ്രാം എന്നുള്ളതിലുപരി നമുക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ടീമിൽ നമ്മൾ കോൺഫിഡൻസ് ആണെങ്കിൽ കൂടി നമുക്ക് ഈ കുറഞ്ഞ ടൈം എന്നുള്ളത് നമുക്കൊരു വലിയൊരു ചലഞ്ചിങ്. 2024 വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൾച്ചറൽ ഫ്ലീ ആയിരുന്നു ഹോലാകാല. കാലിക്കറ്റ് ബീച്ചിൽ വെച്ചിട്ട് നടന്നിട്ട് 3 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു ഇവൻറ്റിൽ 20,000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. 50-ൽ പരം ആർട്ടിസ്റ്റുകളും 100-ഓളം സ്റ്റാളുകളും നടന്നിട്ടുള്ള ഈ ഒരു ഇവൻറ്റ് കാലിക്കറ്റിലെ വൺ ഓഫ് ദ സിഗ്നേച്ചർ ഇവൻറ്റ് തന്നെയായിരുന്നു. ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് എന്നുള്ളൊരു ടാഗ് ലൈനിലാണ് ഹോലാകാല ഈ ഇവൻറ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ആ ഡിസ്കഷൻസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ള ആലോചനയിലൊക്കെ ഈ ഒരു ടാഗ് ലൈനായിരുന്നു നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നല്ലൊരു ടീം വർക്കായിട്ടാണ് എനിക്ക് ഹോലാകാല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും വലിയൊരു ഇവൻറ്റ് കാലിക്കറ്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ റീൽസ് ആണെങ്കിലും നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. കോഴിക്കോടിനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പല പ്രോഗ്രാമിൻ്റെയും പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ കോഴിക്കോടിൻ്റെ ഒരു വിൻറ്റേജ് സ്റ്റൈലും സാധനങ്ങളൊക്കെ കണ്ട് ആളുകൾക്ക് ഓഡിയൻസിനും മടുത്തിട്ടുണ്ട്. കാരണം അത്തരം ഒരുപാട് വീഡിയോസ് പലതരത്തിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിനെ ഒന്ന് ഒഴിവാക്കാനും പറ്റാത്ത രൂപത്തിൽ എങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യാമെന്നുള്ളൊരു ടീം ഡിസ്കഷനിലാണ് നമുക്ക് പുതിയൊരു ജനറേഷനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്നാൽ കോഴിക്കോടിൻ്റെ ആ ഒരു തനിമയും കൂടെ കൊളാബ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് രീതിയിൽ എങ്ങനെ നമുക്ക് ആളിലേക്ക് ഈ പ്രോഗ്രാമിന് ഇവൻ്റ് പിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ടീം അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും എടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് പിച്ച് ചെയ്യാൻ നമുക്ക് പറ്റി. 1,00,000 സ്ക്വയർ ഫീറ്റിൽ 2 സ്റ്റേജും 100-ലേറെ സ്റ്റാളുകൾ അടങ്ങിയിരിക്കുന്ന ഈ 3 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലേറെ നല്ല രീതിയിൽ നമുക്കത് കവർ ചെയ്യാൻ സാധിച്ചു. ഒരുപാട് പാർട്ട്നേഴ്സിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഹോലാകാല ഇത്രയൊരു വലിയ സക്സസ് ആക്കിയത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലെ കാര്യങ്ങളെല്ലാം ചെയ്തത് പോപ്പുലർ കൾട്ടാണ്. ഇവരുടെ ഒരു സഹായം നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ സക്സസ്സിന് നമ്മളെ വലിയ രീതിയിൽ സഹായിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്.